അൽ വഹദത്തുർ റാബിയ മൂന്നാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റ്. ലിൽ ജിസ്മി സലീമി, സുരക്ഷിതമായ ശരീരത്തിന് വേണ്ടി, ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടി. ജിസ്മുൻ എന്ന് പറഞ്ഞാൽ ശരീരം, അസലീം സുരക്ഷിതമായ അല്ലെങ്കിൽ ആരോഗ്യമുള്ള നല്ല ശരീരം. ആരോഗ്യമുള്ള ശരീരം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം. അതോടൊപ്പം തന്നെ ശരീരം ഇളകണം, അല്ലേ? വ്യായാമം ചെയ്യണം, കളിക്കണം. എന്നാലേ നമുക്ക് ആരോഗ്യകരമായ ശരീരം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൊണ്ണത്തടി പോലുള്ള രോഗങ്ങളൊക്കെയാണ് നമ്മളെ ബാധിക്കുക. ഇവിടെ കണ്ട കളിക്കുന്ന ചിത്രം കാണുന്നില്ലേ? ഫുട്ബോൾ അടിച്ച് ഗോൾ അടിച്ചിരിക്കുന്നു, അല്ലേ? കുറെ കളികളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. നുലാഹിലു അന്നതഹദ്ദസു, നമുക്ക് നോക്കി പറയാം. ഇവിടെ ഒന്നാമത് കാണുന്നത് എന്താണ്? രണ്ട് വളഞ്ഞ വടി. എന്താണത്? അതാണ് ഹോക്കി സ്റ്റിക്ക്, അല്ലേ? ഹോക്കി എന്നൊരു കളിയുണ്ട്. ഈ ഹോക്കിയുടെ ഈ വടി കൊണ്ട് ആ ബോൾ കാണുന്നില്ലേ, താഴെയുള്ള ബോൾ, ആ ബോൾ അടിച്ച് ഗോൾ നേടും, അല്ലേ? അതാണ് ഹോക്കി കളി. ഹോക്കി എന്ന് തന്നെയാണ് അറബിയിലും പറയുക. പിന്നെ നേരെയുള്ളത് നമുക്കറിയാം, ഖുറത്തുൽ ഖദം, ഫുട്ബോൾ എന്താ പറയുക? ഖുറത്തുൽ ഖദം. പിന്നെ ഇതെന്താണ്? ഷട്ടിൽ, അല്ലേ? ഷട്ടിലിന് റീഷത്തു ത്വായിറ എന്ന് പറയും. ഷട്ടിലും അതിൻ്റെ ബാറ്റുകളുമാണുള്ളത്. ബാറ്റിന് എന്താ പറയുക? മിളറബ്, ബാറ്റിന്. പിന്നെ ക്രിക്കറ്റ് ബാറ്റാണ് അടുത്തത്, അല്ലേ? ക്രിക്കറ്റിന് ക്രിക്കറ്റ് എന്ന് തന്നെ അറബിയിൽ പറയും. ബാറ്റിന് മിളറബ്. പിന്നെ ക്രിക്കറ്റിൻ്റെ ബോളുണ്ട്, പിന്നെ സ്റ്റമ്പ്, അല്ലേ? പിന്നെ ഇതെന്താണ്? വോളിബോൾ, അല്ല ബാസ്കറ്റ് ബോളാണ് ഈ കൊട്ടയിലുള്ളത്. ഖുറത്തുസല്ലത്ത് എന്ന് പറയും ബാസ്കറ്റ് ബോൾ. അടുത്തത് വോളിബോൾ, അതിന് ഖുറത്തു ത്വായിറ എന്നാണ് പറയുക. ഓക്കെ, ഈ കളികളൊക്കെ നിങ്ങൾ പരിശീലിക്കണം. ആദ്യം ഖുറത്തുൽ ഖദം എന്നൊരു പാഠം നോക്കാം. ഇതൊരു കവിതയാണ്, അല്ലേ? യാ അസ്ഹാബി ഹയ്യാ നദ്ഹബ്. ഖുറത്തുൽ ഖദം കളിക്കാൻ വേണ്ടിയുള്ള കളിക്കുകയാണ് കുട്ടികൾ. അതിനെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. യാ അസ്ഹാബി, കൂട്ടുകാരെ, ഹയ്യാ നദ്ഹബ്, വരൂ നമുക്ക് പോകാം. നംലി ദൗമൻ നഹവൽ മൽഅബ്, നമുക്കെപ്പോഴും കളിക്കളത്തിലേക്ക് പോകാം. നംലി എന്ന് പറഞ്ഞാലും നമുക്ക് പോകാം. ദൗമൻ എപ്പോഴും, നഹവൽ മൽഅബ് മൽഅബിലേക്ക്, കളിക്കളത്തിലേക്ക്. മൽഅബ് മീൻസ് ഗ്രൗണ്ട്, കളിക്കളം. ഹയ്യാനൽ അബ് ഖുറത്തൽ ഖദം, വരൂ നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഹയ്യാനൽ അബ്, വരൂ നമുക്ക് കളിക്കാം. ഖുറത്തൽ ഖദം, എന്ത് കളിക്കാം? ഫുട്ബോൾ കളിക്കാം. നതസാബഖു ലിബുലൂഗിൽ ഖിമമി, ഉന്നതിയിലെത്താൻ വേണ്ടി നമുക്ക് മത്സരിക്കാം. നതസാബഖു, നമുക്ക് മത്സരിക്കാം. ലിബുലൂഗ്, എത്താൻ വേണ്ടി. അൽ ഖിമം, ഉന്നതിയിൽ, ഉയരങ്ങളിലെത്താൻ വേണ്ടി നമുക്ക് കളിച്ച് മത്സരിക്കാം. ലുഅബതുന ഫന്നും വബറാ, നമ്മുടെ കളി ഒരു കലയാണ്, അതൊരു കഴിവാണ്. ഫന്നുൻ മീൻസ് കല, ബറാത്ത് സാമർഥ്യം, കഴിവ്. വെറുതെ അങ്ങ് കളിച്ചാലൊന്നും പോരാ, അല്ലേ? കളി അറിയണം, നന്നായി കളി പഠിച്ചിട്ട് കളിക്കണം. നന്നായി കളിച്ചുകൊണ്ടേ ഇരുന്നാലാണ് കളി പഠിക്കുക, അല്ലേ? ആദ്യം തന്നെ ആർക്കെങ്കിലും കളി അറിയാൻ പറ്റുമോ? ഇല്ല. സ്ഥിരമായി കളിക്കുക, അങ്ങനെയാണ് കളി പഠിക്കുക. നഹ്ജുമു വനുദാഫിഉ ബിശജാഅ, നഹ്ജുമു, നമുക്ക് അറ്റാക്ക് ചെയ്യാം, അതായത് അറ്റാക്ക് ചെയ്ത് കളിക്കാം. ഫുട്ബോളിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് കളിക്കും, അല്ലേ? മുമ്പിലേക്ക് ഓടിപ്പോയിട്ട് ഗോൾ അടിക്കുക, അതിനാണ് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുക. വനുദാഫിഉ, നമുക്ക് ഡിഫെൻഡ് ചെയ്യാം, പ്രതിരോധിക്കാം. അതായത് മറ്റേ ടീം, എതിർ ടീം നമ്മുടെ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുന്നതിനെ ഡിഫെൻഡ് ചെയ്യാം, തടയാം, പ്രതിരോധിക്കാം. അതിനാണ് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുക. അപ്പം ഡിഫെൻഡ് ചെയ്യാനും ഡിഫെൻഡർമാരുണ്ടാകും, പിന്നെ അറ്റാക്കേഴ്സ് ഉണ്ടാവും, അല്ലേ? ഫോർവേഡ് കളിക്കാർ, മുമ്പിലേക്ക് പോയി ഗോൾ അടിക്കുന്നവർ, ആക്രമണ കളിക്കാർ എന്ന് പറയും, അല്ലേ? അങ്ങനെ അതൊക്കെ ഉണ്ടാവും ഫുട്ബോളിൽ. ബിശജാഅത്തിൻ, ധീരതയോടെ, നല്ല ധൈര്യത്തോടെ നമുക്ക് കളിക്കാം. യാ അസ്ഹാബി ഹയ്യാനൽ അബ്, കൂട്ടുകാരെ വരൂ നമുക്ക് കളിക്കാം. നംലി ദൗമൻ നഹവൽ മൽഅബ്, നമുക്കെപ്പോഴും കളിക്കളത്തിൻ്റെ നേരെ പോകാം. അങ്ങനെ അവർ കളി തുടങ്ങിയല്ലേ, ഗോൾ അടിക്കുകയാണ്. ഓക്കെ, ഇനി നസ്തഖ്രിജു മിനൽ മൻലൂം, ഈ കവിതയിൽ നിന്നും നമുക്ക് കണ്ടെത്താം അൽ കലിമാത്തിൽ മബ്ദൂഅത ബിൻ നൂനി, നൂന് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. മസലൻ, ഉദാഹരണത്തിന് നദ്ഹബു എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നൂന് കൊണ്ട് തുടങ്ങുന്ന വേറെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നദ്ഹബ്, ഇവിടെ കൊടുത്തത് നദ്ഹബ്, അല്ലേ? അപ്പോൾ ഇതിൽ ഒന്നാമതുള്ളത് നദ്ഹബ്, അതായത് നമുക്ക് പോകാം എന്ന് പറയുന്നത്.
നമ്മൾ പോകും എന്ന് പറഞ്ഞാൽ മതി. നംലി, അതും നമ്മൾ പോകും. പിന്നെ നെഹവ വേണ്ട, വേറെ പറയാം. നെൽ അബ്, നമുക്ക് കളിക്കാം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കളിക്കും. നത്തസാബക്കും, നമ്മൾ മത്സരിക്കും. പിന്നെ നെഹ്ജുമു, നമ്മൾ അറ്റാക്ക് ചെയ്യും, നമ്മൾ ആക്രമിക്കും. നുദാഫിയോ, നമ്മൾ പ്രതിരോധിക്കും. നെൽ അബ്, നമ്മൾ കളിക്കും അല്ലേ. ഓക്കെ, അതൊക്കെയാണ് നൂന് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. അതായത് എല്ലാം നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടും നൂന് കൊണ്ട് തുടങ്ങിയാൽ. നദ്ഹബു, ഞങ്ങൾ പോകും. നജ്ലിസു, ഞങ്ങൾ ഇരിക്കും. നഖൂമു, ഞങ്ങൾ നിൽക്കും. നഅ്കുലു, ഞങ്ങൾ കഴിക്കും. അങ്ങനെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടും പറയാം. നഖറവ് വനുലവിന്, കണ്ട ഇവിടെ നഖറവ് കാണുന്നില്ലേ. നഖറവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വായിക്കാം. നുലവിനു, നമുക്ക് നിറം കൊടുക്കാം. അപ്പോൾ നൂന് കൊണ്ട് തുടങ്ങുന്ന ഫേലുകളാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമാണ് ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യുന്നു. കുറത്തുൽ കദം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. കുറത്തിൻ്റെ തായിനെ ഫുട്ബോൾ ആക്കിയിരിക്കുന്നു. ഇനി ഇതിന് നുലവിന്, നമുക്ക് നിറം കൊടുക്കാം, നല്ലൊരു നിറം അതിന് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പാഠം. അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാഠം പഠിക്കാം.